ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡെല്ലിൻ്റെ ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഡെല്ലിൻ്റെ ലാപ്ടോപ്പിൻ്റെ കംപ്ലൈൻറ്റ് ഡെഡാണ്. പക്ഷേ ഡെഡാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഡാണ്. കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം ഡെഡാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെഡല്ല. മീൻസ് ഇത് വോൾട്ടേജ് വരുന്നുണ്ട്, അപ്പോൾ ഡെഡല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് DC കൊടുക്കുന്ന സമയത്ത് നമുക്ക് DC കൊടുത്തു. അപ്പോൾ DC കൊടുക്കുന്ന സമയത്ത് 11 എഴുതി കാണിക്കുന്നത്, 11, 12 റേഞ്ചിൽ എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ DC മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകത അല്ല, ഇത് ഓൾഡാണ്, മെഷീന് ഓൾഡാണ്. അപ്പോൾ ഇതിൽ 3 ഡിജിറ്റാണ് കാണുന്നത്. ഇതിൽ 3 ഡിജിറ്റാണ് കാണുന്നത്. ഇവിടെ കാണിക്കുന്നുണ്ടോ 3 ഡിജിറ്റ്, ഇവിടെ 3 ഡിജിറ്റ്. നമ്മൾ കൊറോഡിൻ്റെ നോക്കുന്ന സമയത്ത് 4 ഡിജിറ്റ് ആയിരിക്കും ഉണ്ടാവുക, 4 ഡിജിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഡിജിറ്റ് കുറയും, ആ ഡിജിറ്റിനനുസരിച്ച് ഇവിടെ 0 ആണക്കാരം ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഇതിപ്പോൾ 12 എഴുതിയിരിക്കുന്നത്. 12 ശരിക്കും ഇവിടെ ആക്ച്വലി ഇവിടെ 120 ഉണ്ടാവും. അത് കൊറോഡിൻ്റെ മെഷീനിൽ നോക്കുന്ന സമയത്ത് ഇത് 120 എഴുതി കാണിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കണ്ടീഷനിൽ നമുക്ക് സിസ്റ്റം ഒന്ന് ഓൺ ചെയ്ത് വെറുതെ ചുമ്മാ ഓൺ ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കാൻ നോക്കാം. ഈ കണ്ടീഷനിൽ നമുക്കത് കൊടുത്തു, പവർ കൊടുത്തു. ഞാൻ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആമ്പയർ എടുക്കുന്നുണ്ട്, 18 നിൽക്കുന്നുണ്ട്. ഫാനൊക്കെ റൺ ആവുന്നുണ്ട്, ഫാൻ റൺ ആവുന്നുണ്ട്. വോൾട്ടേജ് ഒന്ന് ജസ്റ്റ് മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ 5 വോൾട്ടേജ്, ഇവിടെ 3.3, ഇവിടെ 1 വോൾട്ടേജ്. റാമിൻ്റെ വോൾട്ടേജ് ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് കോറിൻ്റെ സൈഡാണ്, ഇവിടെ വോൾട്ടേജ് ഇല്ല. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ 3.3 സ്വിച്ചിങ്ങിൻ്റെ ഇപ്പുറത്തേക്ക് 5 വോൾട്ടേജ് വരുന്നുണ്ട്. ഇവിടെ 3.3 വരുന്നുണ്ട്, ഇവിടെ 3.3 വരുന്നുണ്ട്, ഇവിടെ 1.5 വരുന്നുണ്ട്, ഇവിടെ 1.5 വരുന്നുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് 1.5 വോൾട്ടേജ്, ഇതിൻ്റെ ഔട്ട്പുട്ട് 5.2. ഇത് സ്വിച്ച് ആകുന്നില്ല, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, ഇവിടെ 5 വോൾട്ടേജ് സ്വിച്ച് ആകുന്നുണ്ട്, ഇവിടെ 3.3 സ്വിച്ച് ആണ്. ഈ മോസ്ഫെറ്റ് ഇപ്പുറത്തേക്ക് സ്വിച്ച് ആകുന്നുണ്ട്. ഇത് ഞാൻ ഓഫാക്കാൻ പോവാണ്. ഓഫാക്കി സിസ്റ്റം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡീപ്പായിട്ട് ഒന്നും കൂടി നോക്കാം. ഇവിടെ 12 മില്ലി ആംപിയർ എടുത്ത്, 12 മില്ലി എന്നല്ല 120 മില്ലിയാണ് ഇവിടെ കാണിക്കുക. കൊറോഡൻ്റെ DC 4 ഡിജിറ്റുള്ള മെഷീൻ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബോർഡിൽ ഈ ചിപ്പ് കിടന്നിട്ട് ചെറിയ ഹീറ്റ് ആകുന്നുണ്ട്. ചിപ്പ് ചെറുതായിട്ട് ലൈറ്റ് ഹീറ്റ് ആകുന്നുണ്ട്. പക്ഷേ ഈ ചിപ്പൊന്നും വർക്ക് ചെയ്യാൻ പാടില്ല. പവർ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ ചിപ്പ് സെറ്റൊക്കെ ലോഡ് ചെയ്യാനും വർക്ക് ചെയ്യാനും പാടുള്ളൂ. അഥവാ കമാൻഡ്സ് ഒക്കെ പോകുന്നത്. ഞാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ട്രബിൾ കണ്ട് എവിടെ ണ്ടെങ്കിൽ ഈ സ്വിച്ചിങ് മോസ്ഫെറ്റ്, ഇതൊരു സ്വിച്ചിങ് മോസ്ഫെറ്റാണ്, ഇത് സ്വിച്ചിങ് മോസ്ഫെറ്റാണ്, ഇത് സ്വിച്ചിങ് മോസ്ഫെറ്റാണ്. ഇവിടുത്തെ സ്വിച്ചിങ് മോസ്ഫെറ്റ് ഇതിൻ്റെ ഡ്രെയിനിൽ പോയിട്ട് 3.3 ഒക്കെ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ 0.7 വോൾട്ടേജ്, അഥവാ അത് സ്വിച്ച് ആകുന്നില്ല, പ്രോപ്പർ സ്വിച്ചിങ് അല്ല, വോൾട്ടേജ് സ്വിച്ച് ആകുന്നില്ല. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വിച്ച് ആവണം ഇവിടെ. ഓക്കെ, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3.3 വരുന്നുണ്ട്. ഇതിൻ്റെ ഗേറ്റ് വോൾട്ടേജ് 14 വോൾട്ടേജ്, സ്വിച്ചിങ് ചെയ്യാനുള്ള വോൾട്ടേജ് ഒക്കെ ഓക്കെയാണ്. ഓക്കെ, ഇനി ഇത് സ്വിച്ച് ആകുന്നില്ല. ഇവിടെ നോക്കാം, ഇവിടെ 13 വോൾട്ടേജ്, ഇത് സ്വിച്ച് ആകുന്നുണ്ട് നോക്കാം. ഈ വോൾട്ടേജ് ഇവിടെ ചുമ്മാ സ്വിച്ച് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3.3, ഇത് ഇവിടെ 3.3. അപ്പോൾ ഈ 2 മോസ്ഫെറ്റും ചുമ്മാ എന്ത് ചെയ്യുന്നുണ്ട്, വെറുതെ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് ഈ സാധനം. ഇത് റൺ സപ്ലൈ ആണ്, റൺ സ്റ്റേജിൽ ഒഴുകുന്ന വോൾട്ടേജാണ്. ഈ 3.3 അപ്പുറത്തേക്ക്, അഥവാ സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ S4 S3 കമാൻഡ് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ S3 കമാൻഡ്സിലാണ് ഈ മോസ്ഫെറ്റൊക്കെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് അതല്ലാതെ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന മുന്നേ തന്നെ ഈ 2 മോസ്ഫെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ ആയിക്കൊന്നുണ്ട്. ഓൺ ആകുമ്പോൾ 5 വോൾട്ട് ഉണ്ട്, 3.3 ഉണ്ട്. ഈ 3.3 നേരെ PCH പോയിട്ട് PCHൽ വർക്ക് ചെയ്യുന്നുണ്ട്. മേ ബി 5 വോൾട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 5 വോൾട്ട് ഇതിൽ വർക്ക് ചെയ്യണമെങ്കിൽ വേറെ കമ്പോണൻസിലേക്ക് വോൾട്ടേജ് എത്തുന്നു, സ്വിച്ചിങ്ങുള്ള വോൾട്ടേജ് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് ചുമ്മാ വർക്ക് ചെയ്യല്ലേ. അപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ചെറിയൊരു എഫക്റ്റ്, ആ ഒരു എഫക്റ്റാണ് ഇവിടെ ഹീറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കീമാറ്റിക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്വിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ സ്കീമാറ്റിക് എടുക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നത് ഇവിടെ ഇതിൽ QZ7 ആണ്. ഇതിൽ ഞാൻ നോക്കിയതാണ്, QZ7 ആണ്. നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു വ്യൂ കിട്ടും. ഇതിൽ ഈ കാണുന്നത് ഇതാണ്, ഇത് 3ൻ്റെ QZ7 ഉണ്ട്, QZ1 ഉണ്ട്, QZ1ഉം QZ7ഉം. അപ്പോൾ ഈ 2 മോസ്ഫെറ്റിലെ വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ വോൾട്ടേജ് ചെക്കുന്ന സമയത്ത് ഇവിടെ QZ1ൽ 5 വോൾട്ടേജ്, ഇതിൻ്റെ ഔട്ട് ഈ ഇവിടെയാണ് ഔട്ട് വരിക സോഴ്സിൽ. അവിടെ വോൾട്ടേജ് വരാൻ പാടില്ല, ശരിക്ക് റണ്ണിങ് ടൈമിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ഇവിടെ 3.3 വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ 3.3 വരുന്നുണ്ട് QZ7ൽ. ഇവിടെ അതേമാതിരി തന്നെ QZ7ൽ 3.3 ഔട്ട് ആകുന്നുണ്ട്. ഇതിൻ്റെ ഗേറ്റിലെ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 18 വോൾട്ടേജ് വരുന്നുണ്ട്.
ഇവിടെ അതേമാതിരി തന്നെ 18 വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗേറ്റിൽ വോൾട്ടേജ് വന്നിട്ട് തന്നെയാണ് സ്വിച്ച് ആകുന്നത്. അഥവാ ഷോർട്ട് ഒന്നുമല്ല, ഈ മോസ്ഫെറ്റും ഷോർട്ട് ഒന്നുമില്ല. ഈ വോൾട്ടേജ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് വർക്കാകുന്നത്. പക്ഷേ ഇത് വർക്കിംഗ് ഡിസോർഡർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അഥവാ ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നില്ല, ഓപ്പറേഷൻ ഉൾട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ QZ7 നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് മോസ്ഫെറ്റ് QZ1 ഉണ്ടായിരുന്നു, QZ7 ഉണ്ടായിരുന്നു. അപ്പോൾ QZ1ഉം QZ7ഉം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ QZ7 ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ മോസ്ഫെറ്റിൻ്റെ വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ 3.3 സപ്ലൈ ചുമ്മാ ഇവിടേക്ക് സ്വിച്ച് ആയി പോകുന്നുണ്ട്. അഥവാ ഇത് കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഗേറ്റിൽ ഓപ്പറേഷൻ വോൾട്ടേജ് 18 വോൾട്ടേജ് വന്നിട്ട് ഇവിടുന്ന് കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെ ചുമ്മാ കണ്ടക്ഷൻ നടക്കാൻ പാടില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിസൈനേഴ്സ് ഇതേമാതിരി പവർ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് വർക്ക് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിൽ ഈ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിവിടെ നോക്കുന്ന സമയത്ത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് നോക്കാം. ഇതിൽ ഈ ആൾവേസ് സ്വിച്ചിങ്, അത് ഹൈ ആംബിയർ സ്വിച്ചിങ് ആണ്. അപ്പോൾ ആൾവേസ് സ്വിച്ചിങ് ആംബിയറുള്ളതാണ്, റെസിസ്റ്റൻസ് ഒന്നുമില്ല, ആംബിയറുള്ളതാണ്. അപ്പോൾ ഈ വോൾട്ടേജ് ഇപ്പുറത്തേക്ക് എത്തല അതിൻ്റെ റൂള്. അപ്പോൾ അത് എപ്പോഴും എത്തണമെങ്കിൽ S3 കമാൻഡ് വരുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞു. ഇത് വർക്ക് ചെയ്യാൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വോൾട്ടേജ് 19 വോൾട്ടേജ് ഇവിടെ നേരെ വരുന്ന ഈ ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് കണ്ടക്ഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇത് കണ്ടക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഡാപ്റ്റർ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ 3.3 വോൾട്ടേജ് വരും, 3.3 വോൾട്ടേജ്. അപ്പോൾ ഈ 3.3 വോൾട്ടേജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ ഗേറ്റിൽ 3.3 വരും. ഈ മോസ്ഫെറ്റ് N ചാനൽ മോസ്ഫെറ്റ് ആയതുകൊണ്ട് ഇവിടെ സ്വിച്ച് ആവും. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ആണ് കറണ്ട് ആവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഴയ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവുക. ഞാൻ ക്ലാസ് കുറച്ച് സ്പീഡിലാണ് എടുക്കുന്നത്, നല്ല ഇമ്പോർട്ടൻ്റ് മാത്രം പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്വിച്ചിങ് നടന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ഷോർട്ട് ആകുന്ന ഗ്രൗണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഗ്രൗണ്ട് വന്നാൽ ഈ മോസ്ഫെറ്റ് വർക്ക് ചെയ്യില്ല. ഇവിടെ ഇവിടെ ഗ്രൗണ്ടാണ് കാരണം ഇവിടെ 19 വോൾട്ടേജ് ഉണ്ടാവും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് പ്രോപ്പർ വർക്കിംഗ്, ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴാണ് ഈ 3.3 ഗ്രൗണ്ട് ആക്കുന്നത്, ഇവിടെ 3.3 ഇല്ലാതാക്കുന്നത്, ആ സമയത്ത് ഈ മോസ്ഫെറ്റ് വർക്ക് ചെയ്യില്ല. അപ്പം എന്ത് ചെയ്യും, ഈ മോസ്ഫെറ്റ് വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഈ വോൾട്ടേജ് ഇങ്ങോട്ട് ഒഴുകും. അഥവാ മോസ്ഫെറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഗ്രൗണ്ട് ഇങ്ങോട്ട് കയറുന്നില്ല, ഗ്രൗണ്ട് കയറിയിട്ടില്ല എന്നെങ്കിൽ ഈ വോൾട്ടേജ് എന്ത് ചെയ്യും, ഇവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാണ് ഈ ഗ്രൗണ്ട് ആക്കാനുള്ള ആൾ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സസ്പി ഇങ്ങോട്ട് കാണുന്നുണ്ട്, സസ്പി. അപ്പോൾ ഈ സസ്പിനെ ഗ്രൗണ്ട് ആക്കാതെ നിർത്താനുള്ള ആളെന്നുണ്ടെങ്കിൽ ഇവിടെ അഡാപ്റ്റർ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇവിടെ 5 വോൾട്ട് ആൾവേസ് വോൾട്ടേജ് ഇവിടെ വരും. ഈ ആൾവേസ് വോൾട്ടേജ് നേരെ റെസിലിട്ടിട്ട് നേരെ സസ്പി എന്നുള്ള പേരിൽ നേരെ ഇറങ്ങിയിട്ട് ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കും, ഈ N ചാനൽ മോസ്ഫെറ്റാണ് ഇത് നേരെ ഇവിടെ ഗ്രൗണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് ആയിരിക്കും, ഇവിടം വരെ ഗ്രൗണ്ട് ആയിരിക്കും, ഇവിടെ 19 വോൾട്ടേജും വരും. സിമ്പിളായിട്ട് ഇത് ഈ മോസ്ഫെറ്റ് സ്വിച്ച് ആവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡാപ്റ്റർ ഫസ്റ്റ് അഥവാ ബിഫോർ പവർ ബട്ടണിൽ ഇത് വർക്ക് ചെയ്യാൻ പാടില്ല, ആഫ്റ്റർ പവർ ബട്ടണിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത് ഈ മോസ്ഫെറ്റ്. അപ്പോഴാണ് ഈ വോൾട്ടേജിൻ്റെ ആവശ്യം വരുള്ളൂ സിസ്റ്റത്തിന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇത് ഇനി S3 കമാൻഡ്സിന് പവർ ബട്ടൺ പ്രസ് ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ പവർ ബട്ടൺ ഔട്ട് IOക്ക് പോയി, അതിൻ്റെ അടിസ്ഥാനത്തിൽ PCH S4 S3 കമാൻഡ് ഔട്ട് ആകുന്നുണ്ട്. S3 കമാൻഡ്, ഈ S3 കമാൻഡിൻ്റെ പേരാണ് സസ്പി ആഷ് എന്ന് പറഞ്ഞെങ്കിൽ S3 കമാൻഡാണ്, അതിൻ്റെ പേര് മാറി വരുന്നതാണ് മാത്രം. ഈ സസ്പി ആഷ് S3 കമാൻഡ്, ഈ S3 കമാൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഗ്രൗണ്ട് ആവും. അഥവാ 3.3 വോൾട്ടേജ് ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ആയി കഴിഞ്ഞാൽ എന്തായി, ഇത് വോൾട്ടേജ് ഇവിടെ ഗ്രൗണ്ടാണ്, ഈ ഗ്രൗണ്ട് നേരെ 0 വോൾട്ടേജ് ഇവിടെ എത്തുന്ന സമയത്ത് ഈ മോസ്ഫെറ്റ് വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ എന്ത് ചെയ്യും, ഈ സപ്ലൈ ഇവിടെ 19 വോൾട്ടേജ് വരും, ഇത് പ്രോപ്പർ സ്വിച്ചിങ് നടക്കും. അതാണ് സിസ്റ്റത്തിൻ്റെ റിയൽ പ്രോപ്പർ വർക്കിംഗ്. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വോൾട്ടേജ് ഇല്ല. അഥവാ S3 കമാൻഡ് വരുന്ന ഇവിടെ S3 സസ്പി ആഷ് വന്ന അവസ്ഥയിലാണ് ഇപ്പോൾ 0, ഇവിടെ വോൾട്ടേജ് 0 ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, 0 വോൾട്ടേജ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ മോസ്ഫെറ്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ സപ്ലൈ ഇവിടെ പ്രോപ്പർ സ്വിച്ചിങ് നടക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കംപ്ലൈൻറ്റ്സ് വരാൻ ചാൻസ് ഉള്ളത് ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സസ്പി ആഷ് ഇവിടെ 0 ആക്കാൻ ചാൻസ്, സിസ്റ്റം ഏതായാലും പ്രസ് ചെയ്തിട്ടില്ല, ഇവിടെയൊക്കെ വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഞാൻ അഡാപ്റ്റർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മൈക്രോസ്കോപ്പ് വെക്കാം. ഇവിടെ ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ അതേമാതിരി വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം.
ഇവിടെ അതേമാതിരി S3 കമാൻഡ്സ് ചുമ്മാ വന്നിട്ടാണോ PCH വെറുതെ ഓൺ ആയിട്ടാണോ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം. നമുക്ക് ഈ മോസ്ഫെറ്റിൻ്റെ നമ്പർ നോക്കില്ല. QZ19 നോക്കാം, QZ9. പിന്നെ അടുത്ത സ്കീമാറ്റിക്കിൽ അടുത്ത് നോക്കാനുള്ളത് QZ8 ആണ്. അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ കംപ്ലൈൻറ്റ് ആവാനാണ് സാധ്യത. അപ്പോൾ അത് രണ്ടാളെ നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ QZ9. അപ്പോൾ QZ9 നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് എത്ര വോൾട്ടേജ് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗേറ്റിൽ വോൾട്ടേജ് ഉണ്ടോ നോക്കണം. ഓക്കെ, ഗേറ്റിൽ വോൾട്ടേജ് ഉണ്ടായിട്ട് ഇത് വർക്ക് ചെയ്യാതിരിക്കണം. അപ്പോൾ ഈ മോസ്ഫെറ്റാണ് കംപ്ലൈൻറ്റ്. ഓക്കെ, അതല്ല ഇവിടെ ചുമ്മാ ഇത് ഗ്രൗണ്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വോൾട്ടേജ് സസ്പി ആഷ് കമാൻഡ് ഇവിടെ വരുന്നില്ല. വരാതെ ഇവിടെ ഈ ഗ്രൗണ്ട് ഇവിടെ കയറുകയാണെങ്കിൽ അപ്പോൾ ഈ മോസ്ഫെറ്റ് ആയിരിക്കും കംപ്ലൈൻറ്റ്. ഓക്കെ, അപ്പോൾ രണ്ടാലൊരു മോസ്ഫെറ്റ് കംപ്ലൈൻറ്റ് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആരെയാണെന്നുള്ളത് പക്കായിട്ട് പിക്ക് ചെയ്ത് പോകാം. എത്ര വോൾട്ടേജ് ഉണ്ട് നോക്കാം. ഇതിവിടെ കാണുന്ന സമയത്ത് ഗേറ്റ് ആണ്. ഇതിൽ വോൾട്ടേജ് 0 ആണ്. ഓക്കെ, മൾട്ടിമീറ്ററിൽ വോൾട്ടേജ് 0 ആണ്. അപ്പോൾ അത് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് S3 കമാൻഡ് വരുന്നില്ല. ഓക്കെ, S3 കമാൻഡ്സ് ഇവിടെ വരുന്നില്ല, സപ്ലൈ ഇല്ല. ഇവിടെ നോക്കുന്ന സമയം ഡ്രെയിൻ നോക്കുക. ഡ്രെയിനിൽ ശരിക്കും 5 വോൾട്ടേജാണ് വരേണ്ടത്. ഇവിടെ എത്ര വോൾട്ടേജ് ഉണ്ട്? ഡ്രെയിനിൽ 0 വോൾട്ടേജ് ആണ്. അപ്പോൾ ലീക്കേജ് ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ലീക്കേജ് ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് മറ്റേ മോസ്ഫെറ്റ് ചെക്ക് ചെയ്യുക. QZ9 ഇപ്പോൾ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ QZ9ൻ്റെ രണ്ടാമത്തെ പിന്നാണ്. രണ്ടാമത്തെ പിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗേറ്റിൽ QZ9ൻ്റെ രണ്ടാമത്തെ പിന്നെ ഗേറ്റ് ആണ്. സസ്പി ആഷ് ഇവിടെ വരുന്നില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒന്നാമത്തെ പിന്നാണ്, ഡ്രെയിന്. ഈ ഒന്നാമത്തെ പിന്നെ ഡ്രെയിനിൽ 18 വോൾട്ടേജ് വരുന്നുണ്ട്. 18 വോൾട്ടേജിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വോൾട്ടേജ്. ഓക്കെ, 18 വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റേഞ്ചിലുള്ള വോൾട്ടേജ് ആയിരിക്കും വരേണ്ടത്. ഓക്കെ, ഈ റെസിസ്റ്റർ വഴി നേരെ കയറിയിട്ട് ഈ റെസിസ്റ്റർ നേരെ ഇങ്ങനെ വരുന്നുണ്ട്. എന്നതിന് ശേഷം ഇപ്പുറത്തേക്ക് കിടക്കുന്നുണ്ട്. ഓക്കെ, ഈ വോൾട്ടേജാണ് വരുന്നത്, 18 വോൾട്ടേജ് അഥവാ ഈ സബ് സെറ്റപ്പ്. ഈ ഒരു സെറ്റപ്പാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടച്ച് ചെയ്തിട്ടില്ലേ പോകുന്നത്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗ്രൗണ്ട് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കും? ഈ വോൾട്ടേജ് ഇവിടെ നിൽക്കും, ഇങ്ങോട്ട് കടക്കൂല. ഗ്രൗണ്ട് വലുതല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലൈൻസ് ആവാൻ ഇങ്ങനെ ചാൻസ് ഉണ്ട്. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ ഈസി ചാൻസ് വരാൻ ചാൻസ് ഇതായിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഇത് ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ഈ QZ9 നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 വോൾട്ടേജ് ഇവിടെ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യാം.